ഇനിയെന്നു കാണുമെന്റെ പുതുവസന്തമേ, നിറത്തിങ്കൾ ചിരിയാലെന്നരികിൽ വരില്ലേ? പുലർക്കാലം വിരിയുമ്പോൾ എന്നും നിൻമുഖം അറിയാതെന്നോർമ്മയിലോ മധുര നൊമ്പരം പച്ച നിറത്താഴ്വ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി. ഇന്നിപ്പോൾ ഞാനും ഏട്ടനും ചേച്ചിയും കൂടിയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വിളിച്ചു. വേറെ ഒന്നല്ല, മെയിനായിട്ട് ഈ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വീഡിയോയിൽ കാണിക്കാനും മാത്രം കണ്ടൊന്നും കിട്ടാറില്ല. ഇന്നെന്തായാലും പുറത്ത് പോകുന്നില്ല, അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഏച്ചിക്ക് ഇപ്പോൾ 9th മന്താണ്. ഷൂട്ട് ഓൾറെഡി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഏട്ടൻ ആർമിയിലായതുകൊണ്ട് നമുക്ക് ലീവും കാര്യങ്ങളൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്ന പോലെ പെട്ടെന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒത്തുവന്നൊരു സമയം ഇതാണ്. അപ്പോൾ നമ്മൾ റെഡ് മൂൺ ബീച്ചിലാണ് ഷൂട്ട് പ്ലാൻ. അങ്ങനെ പിന്നെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അകത്ത് കയറുമ്പോഴേക്ക് ഫോട്ടോഗ്രാഫർ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഷൂട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കാനുണ്ട്. പിന്നെ ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഓരോരോ പോസൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ പോസൊക്കെ ചെയ്ത് അവർക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ ഞാനും എടുത്തു. പിന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അടിപൊളിയായിട്ട് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അജിത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന പേജിൽ നിന്നാണ് നമ്മൾ ഫോട്ടോസ് എടുത്തത്. ഫോട്ടോഗ്രാഫർ നല്ല കമ്പനിയാണ് കേട്ടോ. ആ ഒരു ജാടയും കാര്യങ്ങളൊന്നുമില്ല. ഇതിനു മുമ്പ് നമ്മളൊരു കൊളാബ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഏട്ടനും വെച്ചും പിന്നെ ഈ ഒരു ഷൂട്ടിന് വന്നിട്ടാകുമ്പോൾ തന്നെ നല്ല കമ്പനിയായി. സാധാരണ നമ്മൾ ഫസ്റ്റ് ടൈം ആരെങ്കിലൊക്കെ കാണുമ്പോൾ ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ അടുത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആള് ഭയങ്കര ഫ്രണ്ട്ലി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ നോക്കി ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന സമയത്തൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല. അടുത്ത പ്രോഡക്ട്സ് ഒക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അതൊരു ബീച്ച് ആയതുകൊണ്ടായിരിക്കാം. റെഡ് മൂൺ ബീച്ച് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ആപ്പിൾ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ മന്തി നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാൽ അവിടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഒഴുക്ക മന്തി വെച്ചിട്ടാകുമ്പോൾ പാടത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇവരെ മൂന്നാളെയും കൂട്ടിയിട്ട് ഞാനായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയത്. അവിടുത്തെ നല്ല ഫുഡാന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ അവിടെ പോയ ടൈം മന്തി ഉണ്ടായിരുന്നു. ആ വെയിറ്റർ ചേട്ടനെ കുറച്ച് പോസ്റ്റ് ആക്കി നമ്മൾ. എന്നാലും കുഴപ്പമില്ല, എന്ത് കഴിക്കുന്നില്ലൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം നമ്മൾ പൊറോട്ടയും ഷവർമയും ബീഫ് ചില്ലി പെപ്പർ ബീഫ് പിന്നെ ഷേക്കിൽ പപ്പായ ഷേക്ക് ചിക്കു ഷേക്ക് മൊജിറ്റോ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയി. ഫോട്ടോഗ്രാഫർ അവർ പയ്യന്നൂരേക്ക് പോയിട്ട് അവരുടെ പ്ലേസ് അവിടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് പോകാനായിരുന്നു വിചാരിച്ചത്. അങ്ങനെ അവിടെ എത്തി. പക്ഷേ നമ്മൾ അറിഞ്ഞില്ല ഗൈസ്, അവർ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്ലാൻ അവിടെ ഫ്ലോപ്പ് ആയതോടെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോഴേക്കും തന്നെ നല്ല ലേറ്റ് ആയി. പിന്നെ നമ്മൾ നേരെ പോയി. ഏച്ചിക്ക് ഒരു ക്രാവിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏച്ചി പറഞ്ഞു ഉപ്പിലിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ആ സ്പോട്ട് വരുത്തിയിട്ട് കുറച്ച് പോയി. കുറേയൊക്കെ കണ്ടു, പക്ഷെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അവസാനം നമ്മൾ ഒരിടത്ത് ചെന്നെത്തി. അവിടെ ഇറങ്ങിയിട്ടാകുമ്പോൾ പിന്നെ ചേച്ചിക്ക് പരിചയത്തിലുള്ള ഏതോ ചേട്ടന്മാരെ കണ്ടു. അപ്പം അങ്ങനെ അവരോട് സംസാരിച്ചിരുന്നു. പിന്നെ നമ്മൾ വാങ്ങാനായിട്ട് പോയി. എന്ത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായി. പിന്നെ അങ്ങനെ നമ്മൾ എല്ലാത്തിനും മിക്സ് ചെയ്തിട്ട് എടുക്കാന്നുള്ളൊരു പ്ലാനായി. കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ട്രൈ ചെയ്തു. എല്ലാം വലിയ അടിപൊളിയാണെന്ന് പറയാനൊന്നും പറ്റില്ല. അത്യാവശ്യം ഒക്കെ ആയിരുന്നു, എന്നാൽ വലിയ ടേസ്റ്റി ആയിരുന്നു. ആക്ച്വലി അതൊരു സ്ട്രീറ്റ് ഫുഡും ഒക്കെ കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഉപ്പിലിട്ടത് മാത്രമായിരുന്നു വാങ്ങിയത്. അതാണെങ്കിൽ അധികം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുമില്ല. ആകെ മാങ്ങ നെല്ലിക്ക ക്യാരറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടു. പിന്നെ ഇനി കറങ്ങി നടക്കാൻ ടൈമില്ല മനസ്സിലായി. കാരണം നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് എത്തണം. എന്നെ ഡ്രോപ്പ് ആക്കിയിട്ട് വേണം ഇനി ഇവർക്ക് പോകാനായിട്ട്. പോകുമ്പം കുറച്ചെണ്ണം പാർസലായിട്ട് വാങ്ങി 2-3 മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കാറിൽ കയറി ഗൈസ്. കാറിൽ കയറേണ്ട താമസം അപ്പോൾ തന്നെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ വേറെ വൈബായിരുന്നു. മഴയും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങും. അത് എനിക്ക് കാറിൽ നമ്മൾ രാത്രി നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു. പിന്നെന്താ അങ്ങനെ സംസാരിച്ച് നമ്മളങ്ങനെ വീട് ഇത്ര ടൈം അവരൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഇനി കാണാനുണ്ട് ചെയ്തിട്ട് ഡെലിവറിയുടെ സമയത്ത് എന്തായാലും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.